ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ഞാൻ 10 മണിക്കാണ് എണീച്ചത്. അപ്പം എണീച്ചപ്പോൾ തന്നെ ടേബിൾ നല്ല മെസ്സിയായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് അടുക്കി പെറുക്കി വെച്ചു. എന്നാലും നമുക്ക് ഇന്ന് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ഇത് ഇന്നലെ ഞാൻ എഴുതി പഠിച്ചതാണ്. ഇത് ഇന്ന് എഴുതാനുള്ള നോട്ട്സാണ് കേട്ടോ. അപ്പം ഇന്നലെ 2 വിഷയം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷും ഫിസിക്സും. നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച്, ടൈം ടേബിളിൻ്റെ വീഡിയോ കാണാത്തവരുടെയൊക്കെ കണ്ടു നോക്കണേ. അപ്പം അതനുസരിച്ച് 2 ഇതുള്ളത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു. നമ്മൾ അധികം വെക്കേഷൻ എൻജോയ് ചെയ്യാനുള്ളതല്ലേ, ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ നോട്ട്സ് മാത്രമായിരുന്നു എഴുതി വെച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മലയാളം മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നോട്ട്സ് ഇന്ന് എഴുതാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് ഞാൻ എഴുതി വെച്ചതായിരുന്നു അത്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ എന്താണ് സംഭവം എന്ന് മാത്രം ഒരു ഷോർട്ട് നോട്ട് ആക്കിയതാണ്. അപ്പം ഞാനിതാ പേപ്പറെല്ലാം എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം റെസൊണൻസ് വരെയാണ് എഴുതിയിട്ടുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേസ് വരെ ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ കൈയും ഷോൾഡറും എല്ലാം നല്ല വേദനയുണ്ടായിരുന്നു. ഇന്നലെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് വേഗം ക്ലാസ് കണ്ടിട്ട് ഞാൻ കിടക്കുക ചെയ്തത്. പാർട്ട് 3 വരെ ഞാൻ കണ്ടു. പാർട്ട് 4 അവർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പാർട്ട് 4ലാണ് ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വേസ് കഴിഞ്ഞിട്ടുള്ളത് മുതലുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അലൻ സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ എക്സാമിനറിൻ്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഇതൊന്ന് തീർക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫ്സൊക്കെ വരുന്നത്. അപ്പം അതെല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് അത് പറ്റില്ല. നല്ല ടയേർഡാണ്, ഷോൾഡർ നല്ലോണം വേദന എടുക്കുന്നുണ്ട് കേട്ടോ, കുറേ സ്ട്രെയിൻ ചെയ്തിട്ട്. അപ്പം ആ ഷോൾഡർ പെയിൻ ഒന്ന് കാണിക്കണമെന്നുണ്ട്. നമുക്ക് അടുത്ത് തന്നെ ഒന്ന് പോയി കാണിക്കണം, നല്ല വേദന ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നല്ല സ്പീഡിലാണ് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഗാണ്. ഏകദേശം 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടിക്കുറച്ച് ഞാൻ 3.5 മിനിറ്റ് ആക്കിയത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ എഴുതുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർഫുള്ളായിട്ടാണ് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യം ഒന്ന് ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ അതൊന്ന് സ്റ്റോപ്പാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് എഴുതി വെക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഇതാകും. പിന്നെ ഞാനിപ്പം എന്താണ് ടോപ്പിക്ക് എന്നുള്ളത് എഴുതിയിട്ട് ബാക്കി ഞാൻ കാണാണ്ട് എഴുതുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കാണുമ്പോൾ തന്നെ ഒന്ന് എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റ് ആ ടോപ്പിക്ക് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ റെസൊണൻസ് വരെ എഴുതിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ എന്താക്കിയെന്ന് അറിയോ, കുറച്ചും കൂടെ ടയേർഡായ സമയത്ത് ഞാൻ പോയി ഒരു സാധനം അങ്ങോട്ട് ഉണ്ടാക്കി, മുട്ടപ്പോള. ഇപ്പോൾ 2 മുട്ട പൊട്ടാണ്ട് വന്നു. 3ാമത്തെ മുട്ടയും 4ാമത്തെ മുട്ടയും അപ്പാടങ്ങ് പൊട്ടിപ്പോയി. പിന്നെ എന്തായാലും എല്ലാം കൂടെ മിക്സാക്കാനുള്ള എന്തെങ്കിലും വിചാരിച്ചിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്നോടത്ത് എടുക്കാൻ മറന്നു പോയതല്ല, ജസ്റ്റ് ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റും ഉണ്ടായിരുന്നില്ല, അതാണ് പിന്നെ എടുക്കാണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.